ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതും നമ്മൾ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഈസ്റ്റും കാര്യങ്ങളൊന്നും ചേർക്കാതെയാണ് ഈ ഒരു അപ്പം തയ്യാറാക്കുന്നത്. പിന്നെ അരിപ്പൊടി വെച്ചിട്ടാണ്, അതുകൊണ്ട് തന്നെ നല്ല എളുപ്പമാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ അപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന അപ്പം ഇടിയപ്പ പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. അതേ കപ്പിന് തന്നെ നമുക്കൊരു 1.5 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് കട്ടിയില്ലാതെ ആദ്യം തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. ഓൺ ചെയ്യണേക്ക് മുന്നേ തന്നെ നമ്മൾ ഈ അരിപ്പൊടിയും വെള്ളവും കൂടെ നന്നായിട്ട് കട്ടിയില്ലാതെ യോജിപ്പിച്ച ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്താൽ മതി, അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ കട്ടയായി പോവും. അപ്പോൾ ഇപ്പം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കട്ടയൊന്നുമില്ലാതെ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചിട്ടെടുക്കേണ്ടത്. അപ്പോൾ തീ കൂട്ടി വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമ്മുടെ അരിപ്പൊടി വെന്തിട്ട് നന്നായിട്ട് അതുപോലെ പേസ്റ്റ് പോലെ ആയിട്ട് വരും. അപ്പോൾ ഒരുപാടങ്ങ് കട്ടിയാവാൻ നിൽക്കണ്ട. ഇതുപോലൊരു പേസ്റ്റ് രൂപമായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് കട്ടിയായി പോവും. അപ്പോൾ ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഞാനൊരു 1/4 കപ്പോളം തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിപ്പൊടി എടുത്ത അതേ കപ്പിന് തന്നെ 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ അരിപ്പൊടി വേവിച്ചതുകൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. തണുത്ത ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് അരിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അരിയൊന്നും അരക്കുന്നില്ല, അരിപ്പൊടി വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതേ കപ്പിന് തന്നെ 1 കപ്പ് അരിപ്പൊടി കൂടെ ചേർക്കാം. അപ്പോൾ നമ്മൾ 1/2 കപ്പ് അരിപ്പൊടി നേരത്തെ എടുത്തായിരുന്നു. മൊത്തത്തിൽ 1.5 കപ്പ് അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് നമ്മുടെ അപ്പത്തിനൊരു മധുരം ഉണ്ടാവും. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മധുരം ചേർക്കാം കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് ഇപ്പോൾ കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. കാരണം നമുക്ക് അപ്പത്തിന് ഒരുപാട് കട്ടിയുള്ളൊരു മാവല്ല വേണ്ടത്, കുറച്ചൊരു ലൂസായിട്ടുള്ളൊരു മാവാണ്. അപ്പോൾ ഞാനിവിടെ വെള്ളം കൂടെ ചേർത്ത് നന്നായി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു പരുവത്തിലുള്ളൊരു മാവാണ് നമുക്ക് വേണ്ടത്, ഒരുപാട് കട്ടി വേണ്ട കേട്ടോ. ഇനിയാണ് നമ്മളിതിലേക്ക് നമ്മുടെ ഈ മാവ് പൊങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ചേർക്കുന്നത്. നമ്മളിവിടെ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നുമല്ല ചേർക്കുന്നത്. ഇതിന് മുന്നേ നമ്മൾ അപ്പത്തിന് വേണ്ടി അരച്ചിട്ടുള്ള മാവിൻ്റെ ബാക്കി വന്ന മാവ് ഞാനിതുപോലെ പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അതാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അത് പുളിച്ചിട്ടുള്ള മാവാണല്ലോ, ആ ഒരു മാവ് നമ്മൾ 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മാവ് നന്നായി തന്നെ പൊങ്ങി കിട്ടും. അപ്പോൾ ഈസ്റ്റ് ഒന്നും ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ ഇതുപോലെ അപ്പത്തിൻ്റെ ബാക്കി വന്ന മാവോ അല്ലെങ്കിൽ നമ്മൾ ഇഡ്ഡലി ദോശയുടെ മാവ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിനകത്ത് ഉഴുന്നുള്ളതുകൊണ്ട് ചെറുതായിട്ടൊരു ഉഴുന്നിൻ്റെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ അത് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലി ദോശയുടെ മാവ് ബാക്കി വന്നത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മാവ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇതുകൊണ്ട് നമ്മുടെ മാവ് നന്നായി തന്നെ പൊങ്ങി കിട്ടും. ഇനി ഇത് നമുക്ക് അടച്ചിട്ട് ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ നമുക്ക് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. രാത്രി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ മാവ് നന്നായി തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ഇതിൽ ഈസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. ആ ഒരു മാവ് ഉപയോഗിച്ച് തന്നെ നമുക്ക് അപ്പത്തിൻ്റെ മാവ് പൊങ്ങിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഇളക്കണ്ട, ചെറുതായിട്ട് പയ്യെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ മൊത്തം മാവ് ഒരു ദിവസം തന്നെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആവശ്യത്തിനെടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ ചുറ്റിച്ച് നമ്മൾ വെക്കുന്ന ആ ഒരു സമയത്ത് കുറച്ച് തീയൊന്ന് കൂട്ടി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലേ ഇതുപോലെ നന്നായിട്ട് അതിൽ ഹോൾസൊക്കെ വരുള്ളൂ. നമ്മുടെ അപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് അതിലോട്ടേക്ക് വരാനായിട്ട് തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 1 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അരികൊക്കെ ഒരുപാട് മുരിയിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഇതുപോലെയാണ് ഉണ്ടാവുക. നല്ല പഞ്ഞി പോലത്തെ അപ്പമാണ്. അതും ഈസ്റ്റൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയിട്ടെടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള അപ്പം ചുട്ടിട്ടെടുക്കാം.
അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ബാക്കി കുറച്ച് മാവ് ഒരു 2-3 ടേബിൾ സ്പൂൺ മാവ് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു മാവ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഈസ്റ്റൊന്നും നമുക്ക് എപ്പോഴും ചേർക്കേണ്ട ആവശ്യം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ അപ്പത്തിൻ്റെ റെസിപ്പി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ ഒരു റെഡ് കളറിലൊരു സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ വരും, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യുക കേട്ടോ, നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. താങ്ക്